ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതീക്ഷയില്ലെന്ന് പറയുന്നു നടൻ ഷമ്മി തിലകൻ. ചെറിയ കാര്യങ്ങൾ മാത്രമാണ് പുറത്തുവന്നത്. ഇരകൾ തെരുവിലിറങ്ങട്ടെ എന്നാണ് സർക്കാരിന്റെ നിലപാട്. സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പുകൾ ഉണ്ടെന്നും ഹേമ റിപ്പോർട്ടിൽ സർക്കാർ നടപടിയെടുക്കുമെന്ന് കരുതുന്നില്ല എന്നും ഷമ്മി തിലകൻ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടടക്കം പുറത്തുവരികയാണ്. പല റിപ്പോർട്ടുകളും പല ഘട്ടത്തിലും സിനിമാ മേഖലയെക്കുറിച്ചടക്കം നിരവധിയായി തവണ പുറത്തു വന്നിട്ടുണ്ട്. സിനിമയിൽ പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നടക്കമുള്ള പല ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട അന്വേഷണമടക്കം നടന്നതാണ്. ആ ഘട്ടത്തിൽ അന്ന് ഇതുമായി ബന്ധപ്പെട്ട പവർ ഗ്രൂപ്പുകളടക്കം വലിയ രീതിയിൽ ഉണ്ട് എന്ന് വാദിച്ച തിലകൻ, അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. നേരത്തെ തന്നെ തിലകൻ സാർ ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണ്, സിനിമയിൽ പവർ ഗ്രൂപ്പുകൾ ഉണ്ട് എന്നുള്ളത്. പക്ഷേ പിന്നീട് അത് അന്വേഷണമൊക്കെ നടന്നു എങ്ങും എത്താതെ പോയി. അതുമായി ബന്ധപ്പെട്ട് ഈ പവർ ഗ്രൂപ്പുകൾ ആരാണെന്നോ, എന്താണ് അവർ ഇത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതെന്നോ, എങ്ങനെയാണെന്നോ ഇതിന്റെ സംവിധാനമെന്നോ പിന്നീട് പുറം ലോകം അറിയാതെ പോയി. അകത്ത് അന്വേഷണം നടന്നിട്ട് പോലും. അതാണ് എന്റെ ശരിയെന്ന് പറയുന്നത്. പുറം ലോകം അറിയാതെ പോയി എന്നുള്ളത്, അല്ലാതെ അന്വേഷണം നടക്കാതിരിക്കുകയോ അതിലൊരു തീരുമാനമാകാതിരിക്കുകയോ ചെയ്തിട്ടില്ല. അതങ്ങ് പറഞ്ഞത് തെറ്റാണ്. കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനേക്കാളും വളരെയധികം നിയമ പ്രാബല്യമുള്ള ഒരു ജഡ്ജ്മെന്റ് തന്നെ ഉണ്ടായിട്ടുണ്ട്. 2015 എൻ്റെ ഓർമ്മ. ശ്രീ വിനയന്റെ ഒരു പരാതിയുടെ പുറത്ത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവിടെ ഒരു പരാതി ഉണ്ടായിരുന്നു. അതിന്റെ പുറത്തൊരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് 2015. അതിലെ എതിർകക്ഷികളെല്ലായിട്ടുള്ള എല്ലാവരും, ഞാനും അതിന് മൊഴി കൊടുത്തതാണ്. ഞാനത് സാക്ഷിയായിട്ട് ഞാൻ മൊഴി കൊടുത്തതാണ്. അതിനകത്തൊരു ഇരയായിട്ട് തന്നെ വരും വേണമെങ്കിൽ ഞാൻ. എന്റെ അവസര നിഷേധത്തിനെ കുറിച്ചാണ് അതിനകത്ത് എനിക്ക് എന്റെ ഒരു പടം നിഷേധിച്ചതിനെ കുറിച്ച് അതിനകത്ത് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെ ആ കേസിലെ അത് എതിർകക്ഷികൾക്ക്, ഈ പറഞ്ഞ ആളുകൾക്ക് എതിരായതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തിലകന്റെ കേസാണ്. അതിനകത്ത് അച്ഛന്റെ വിഷയം അതിന്റെ ഒരു പ്രതികാര നടപടിയായിട്ട് എന്റെ തീർത്തു എന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴും തിലകൻ തന്നെയാണ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പൊ ഇതിനകത്തും തിലകൻ തന്നെയാണ് ഓൾമോസ്റ്റ് അതിനകത്തും ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. കാര്യം ആളുടെ ഒരു പേര്, ആരാണ് ഒരു വിക്ടിം ആരാണെന്നോ, അല്ലെങ്കിൽ ഒരു പരാതിക്കാരൻ അച്ഛൻ ജീവിച്ചിരിപ്പില്ല, എന്നാൽ കൂടിയും അതിനകത്തൊരു വിക്ടിമായിട്ട് വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ എതിരെയുള്ള ആളുകളെ 15 പേരെ കുറിച്ചുള്ള ഒരാളെ കുറിച്ചുള്ള ഒരു വിവരം അതിനകത്ത് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് എവിടെയും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ഇപ്പോഴും തിലകൻ തന്നെയാണ്. അപ്പൊ അതിന്റെ അർത്ഥം അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്, ആരെയൊക്കെ കൊണ്ടേ പോകുള്ളൂ എന്നുള്ള ഒരു അടങ്ങാത്ത അഭിനിവേശത്താൽ ആ ആത്മാവ് ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണെന്നാണ് എന്റെ ധാരണ. തുറന്നു പറഞ്ഞിട്ട് പോലും പക്ഷേ ആ റിപ്പോർട്ടുകൾ പിന്നീട് ഒന്നും എത്താതെ പോയി, അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകൾ പുറത്തു വരാതെ പോയി. ആ റിപ്പോർട്ടുകൾ പിന്നീട് നടപടിയൊന്നും ഉണ്ടായില്ല. ആരാണെന്നുള്ളത് ഇപ്പോഴും അണിയറയിൽ തന്നെ വളരെ രഹസ്യമായിരിക്കുകയാണ്. അണിയറയിൽ രഹസ്യമായിട്ട് ഇരിക്കുന്നില്ലല്ലോ, അതൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ആ ഒരു പബ്ലിക് ഡോക്യുമെന്റ്, സോറി പ്രോപ്പർട്ടി അല്ല, പബ്ലിക് ഡോക്യുമെന്റ് ആണത്. അത് സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ പിന്നെ അത് നിങ്ങളടക്കമുള്ള ആൾക്കാരെ ഞാൻ അതിന് കുറ്റം പറയുള്ളൂ. നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചില്ലാത്തത് കൊണ്ടായിരിക്കാം ഇറ്റ് മേ ബി അത് പുറത്ത് വരാഞ്ഞത്. അപ്പൊ അത് കോടതിയുടെ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ അത് ശരിവെക്കുകയും കൂടെ ചെയ്തുകൊണ്ട് ദാറ്റ് ഈസ് റിപ്പോർട്ടബിൾ ജഡ്ജ്മെന്റ് ആണ്. അതുകൊണ്ടുപരി അത് ഇംപ്ലിമെന്റഡ് ജഡ്ജ്മെന്റ് ആണ്. ഒരു ഇംപ്ലിമെന്റഡ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ജഡ്ജ്മെന്റിൽ പറയുന്ന പിഴ അത് അടച്ചു അല്ലെങ്കിൽ അതിന്റെ ശിക്ഷയ്ക്ക് വിധേയനായി കഴിഞ്ഞാൽ അത് ഇംപ്ലിമെന്റ് ചെയ്തു എന്നാണല്ലോ. അങ്ങനെ ഒരു ഇംപ്ലിമെന്റഡ്, അതായത് അവർ സമ്മതിച്ചിരിക്കുന്നു ഞാൻ കുറ്റവാളിയാണ് എന്ന്. അപ്പൊ അതിന് അവർക്ക് നമ്മളൊക്കെ മറ്റെല്ലാ കേസിലെല്ലാം പറയുന്ന കുറ്റാരോപിതനാണല്ലോ. ആ ലേബൽ മാറി കുറ്റവാളി എന്നുള്ള പേര് ആയ ജഡ്ജ്മെന്റാണത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികളിൽ സർക്കാരിൽ പ്രതീക്ഷയില്ല എന്ന് പറയുന്നു ഷമ്മി തിലകൻ.